നമ്മുടെ മക്കളൊക്കെ സ്ഥിരമായി കടകളിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ജെൽ രൂപത്തിലുള്ള ഈ സ്വീറ്റ്സിൽ പ്ലാസ്റ്റിക്കോ റബ്ബറോ എന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യക്കാരുടെ വീഡിയോകൾ കാണാൻ ഇടയായ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. കുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കുന്ന നിറത്തിലും രൂപത്തിലുമൊക്കെയാണ് ഇത് വിപണിയിലെത്തുന്നത്. ഇതിൽ നമ്മുടെ ചുറ്റുപാടും കടകളിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഐറ്റം വെച്ചാണ് ഞാൻ ഈ ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. എന്നിട്ട് തീരുമാനിക്കുക നമ്മുടെ മക്കൾ കഴിക്കുന്ന ഇത്തരം മിഠായികളൊക്കെ എത്ര കണ്ട് നല്ലതാണ് എന്ന്. ബട്ടർഫ്ലൈയുടെ രൂപത്തിലുള്ള ജെല്ലാണ് ആദ്യം ടെസ്റ്റ് ചെയ്തത്. റിസൾട്ട് ഞെട്ടിപ്പിക്കുന്നതാണ്. റബ്ബർ പോലെയുള്ള ഒരു വസ്തു ബാക്കിയായി കാണുന്നുണ്ട് ഇതിൽ. അടുത്തതായി മാങ്ങയുടെ രൂപത്തിൽ വന്നിട്ടുള്ള ഈ ഒരു ജെല്ലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും അതേ റിസൾട്ട് തന്നെയാണ് എനിക്ക് ലഭിച്ചത്. റബ്ബർ പോലെയോ പ്ലാസ്റ്റിക് പോലെയുള്ള ഒരു വസ്തു തുണിയിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നു. വീണ്ടും പല രൂപത്തിലും കളറിലും ഒക്കെയുള്ളവ ഇതുപോലെ പരീക്ഷിച്ചപ്പോഴും ഇതേ റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. കുറച്ചധികം ജെല്ലുകൾ ഒരുമിച്ച് പിഴിഞ്ഞാൽ ഇതിനകത്ത് എത്രത്തോളം ഈ വസ്തു ഉണ്ടെന്നറിയാനുള്ള ആകാംക്ഷയിൽ ബാക്കി വന്നതെല്ലാം കൂടിയാണ് ഇനി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും കുറച്ച് ജെല്ലിൽ നിന്നുമാണ് ഈ കാണുന്ന രീതിയിൽ ഈ സംഭവം ലഭിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ മക്കളുടെ വയറിലെത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് സ്വയം ചിന്തിക്കുക. പുഡിങ്ങുകൾ, ജെല്ലികൾ, കസ്റ്റർഡുകൾ എന്നിവ കട്ടിയാവുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചൈന ഗ്രാസ് ആണ് ഇത് എന്നും പറയപ്പെടുന്നുണ്ട്. ചൈന ഗ്രാസ് ശരീരത്തിന് ദോഷമൊന്നും ചെയ്യില്ല എങ്കിലും 2 രൂപയ്ക്കും 5 രൂപയ്ക്കുമൊക്കെ ലഭിക്കുന്ന ഈ ജെല്ലുകളിൽ ഒരുപക്ഷെ ചൈന ഗ്രാസ് അല്ല ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ ബാക്കി സ്വയം ചിന്തിക്കുക.